ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറെ സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പൊ നമ്മുടെ ഡേ മൈ ലൈഫ് ആണ് കേട്ടോ ഇന്ന്. അപ്പൊ എനിക്ക് ഇപ്പൊ സമയം താണ്ടെ 10:07 ആയിട്ടുണ്ട്. 1:50 എനിക്ക് ട്രെയിന്. നമ്മൾ ഡൽഹിയിൽ പോവാണ്. നാളെയാണ് ഡൽഹിയിൽ പോകുന്നത്. ഇന്ന് നമ്മൾ അൻവറിന്റെയും അവരുടെ എല്ലാവരും കൂടെ എറണാകുളത്തായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം എന്തായാലും ഒരു 6 മണി കഴിയും അവിടെ 6 മണിയാവും അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പാക്കിങ് തീർത്തിട്ടില്ല, ഇപ്പൊ എടുത്ത് വെക്കുന്നേ ഉള്ളൂ, സമയമില്ലായിരുന്നു. അപ്പൊ ഞാൻ വേഗം എല്ലാം പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോവാം. സീച്ചാറ്റിനെ കൊണ്ടുവിടാൻ പറ്റത്തില്ല റെയിൽവേ സ്റ്റേഷനിൽ, അതുകൊണ്ട് ആരെങ്കിലും കൊണ്ടുവിടാൻ വേണ്ടി വിളിക്കണം. അപ്പൊ അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുകയാണ്. അപ്പോൾ എടുത്തോണ്ട് കൊടുത്താൽ മാത്രം മതി, അമ്മ അതെല്ലാം അടുക്കി പറക്കി അങ്ങ് വെച്ചോളും കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഇടാനുള്ള ഡ്രസ്സും അതിൻ്റെ സാമഗ്രികളെല്ലാം കൂടെ അടുക്കി പറക്കി അമ്മ എടുത്ത് വെക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ അപ്പുക്കുട്ടൻ ഭയങ്കര കളിയായിരുന്നേ. പട്ടിക്കുട്ടിക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിച്ച ബോളാണ്, പക്ഷേ ഇതുവരെ പട്ടിക്കുട്ടിയുടെ കയ്യിൽ എത്തിയിട്ടില്ല, കാരണം അതിന് കളിക്കാനുള്ള പ്രായം ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അപ്പുക്കുട്ടൻ കളിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഒരുവിധം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് ഒരു മീൻകറി അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മീൻകറി അങ്ങ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പെട്ടെന്നൊരു മീൻകറി ഉണ്ടാക്കി കേട്ടോ. കാരണം 2 ദിവസത്തേക്ക് സീച്ചേട്ടന് മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആഹാരമൊന്നും വേണ്ട, സീച്ചേട്ടൻ അത് കഴിച്ചോളും. അതാ വിളിക്കുന്നു. ഹലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സീച്ചേട്ടൻ വിളിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടന് 2 ദിവസം, അപ്പം ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പം ഇന്ന് ഇപ്പം ഏട്ടൻ ജോലിക്ക് പോയിക്കുമല്ലേ, അപ്പോൾ രാത്രി അങ്ങനെ ഫുഡ് കഴിക്കത്തില്ല. അപ്പോൾ 29-30 ഏട്ടന് മീൻകറി ഉണ്ടെങ്കിൽ ഏട്ടനങ്ങ് ചോറുണ്ടോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുളിയും മുളകും മീൻകറി കേട്ടോ പെട്ടെന്ന് അങ്ങ് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് കുളിച്ച് മേല് കഴുകണം. ഇപ്പോൾ ഈ നല്ല ഡ്രസ്സ് ഇട്ടേക്കുന്നതിൻ്റെ കാരണം ഞാൻ ഷൂട്ട് ചെയ്യുമായിരുന്നു കേട്ടോ, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഒരുപാട് പേരെ സംശയമാണ്, ചേച്ചി നല്ല ഡ്രസ്സൊക്കെ വീട്ടിലിട്ടിട്ട് എങ്ങനെ നശിപ്പിക്കുന്നതെന്ന്. ഞാൻ ഈ ഇടുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ട് തന്നെ ഞാൻ ലുലുമാളി പോവും, ഞാൻ എല്ലായിടത്തും പോകും കേട്ടോ. അതെന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കറിയാം, ഞാൻ നിൽക്കുന്ന വേഷത്തിൽ ഇറങ്ങി പോകും കേട്ടോ. നമ്മൾ ഇടുന്ന ഡ്രസ്സ് നശിപ്പിക്കാതിരുന്നാൽ മതിയല്ലോ. പിന്നെ ഇനി ഞാൻ പോയി മേലൊക്കെ കഴുകിയിട്ട് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കാം. അപ്പോൾ സീച്ചാറിന് ഇല്ലാത്തതുകൊണ്ട് എന്നെ ഓപ്പോസിറ്റ് വീട്ടിലെ നമ്മുടെ ചേട്ടനാട്ടോ കൊണ്ടുവിടുന്നത്. അപ്പോൾ അപ്പൂനും അമ്മയ്ക്കും എൻ്റെ കൂടെ വരാൻ പറ്റും റെയിൽവേ സ്റ്റേഷനിൽ. മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ട്രെയിൻ കയറാൻ അറിയത്തില്ല. അപ്പോൾ അവരുണ്ടെങ്കിലേ എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും അത് പഠിക്കണമെന്ന് എത്ര ശ്രമിച്ചാലും എനിക്കത് അങ്ങോട്ട് പറ്റുന്നില്ല. 2-3 തവണയാകുമ്പോൾ പഠിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് എൻ്റെ ശുണ്ടരിക്ക് വാടയുണ്ട് കേട്ടോ. ഒരു കാലം സ്വന്തം സമയമില്ല വേണ്ട. എന്റെ ശുണ്ടരിക്ക് ഇന്നലെ വയറിന് സുഖമില്ലായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്ന് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഞാനല്ല ഇല്ല ഡോക്ടറെ അയ്യോ കൊണ്ടുവന്ന് ഡോക്ടറെ നിക്കടാ എന്റെ ചക്കരയാ. അപ്പൊ ശുണ്ടരിയെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മള് ഉറക്കം എണീറ്റ് കഴിയുമ്പോ ചൂച്ചു മുള്ളാൻ വേണ്ടി പുറത്തോട്ട് കൊണ്ടുപോകും. അവിടെ ചൂച്ചു മുള്ളും. എടാ മോനെ നിക്കടാ കൺമണി. അപ്പൊ ഇവിടെ കൊഞ്ചിച്ചു. ഇത്ര നേരം കരഞ്ഞതാ, നമ്മൾ എടുത്തില്ലേ കരയും. അപ്പൊ ഒരുപാട് പറഞ്ഞു കേട്ടു പൊന്നുപോലെ നോക്കണേ, ആദ്യത്തെ ആവേശത്തിൽ മാത്രല്ലെന്ന്. നമ്മൾ ഒരുപാട് അപ്പൊ ടിവിയുടെ സൗണ്ട് നിർത്തി, അമ്മയൊന്നും സംസാരിക്കല്ല. അപ്പൊ നമ്മള് ഒരുപാട് ചിന്തിച്ച് ആലോചിച്ച് നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റുമോ എല്ലാം ആലോചിച്ചിട്ട് മാത്രം കേട്ടോ ഒരു പട്ടിക്കുട്ടി എടുത്തത്. കാരണം ഇടയ്ക്ക് വെച്ച് നമുക്ക് അങ്ങനെ കൈയൊഴിയാൻ പറ്റില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരുപാട് ചിന്തിച്ച് ആലോചിച്ചിട്ട് മാത്രമാണ് നമ്മൾ എടുത്തത്, അല്ലയോ അപ്പുക്കുട്ട? അങ്ങനെ ഇവിടെ കളയാനോ ഉപേക്ഷിക്കാനോ ആയിട്ടൊന്നും അല്ല ഞങ്ങൾ എടുത്തത്. അപ്പുക്കുട്ടന് സത്യമായിട്ട് അവനൊരു അനിയത്തിയെ കിട്ടിയ പോലുള്ള സ്നേഹം പോടാ, ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഇവളും നമ്മളുമായിട്ട് അടിപൊളി സെറ്റായിട്ട് വരും തോന്നുന്നു. അയ്യോ അതിനുള്ള പ്രായം ആയില്ല കൺമണി. പ്ലീസ് കഷ്ടമുണ്ട് അമ്മക്ക്, പിന്നെ എടുക്കാലോ. അമ്മ ഇപ്പൊ പോവല്ലേ, അപ്പൊ കൂട്ടം കളിപ്പിച്ചോ. പക്ഷെ അപ്പൊ നമ്മുടെ സുന്ദരിയുടെ പേര് ഞാൻ ഇട്ടിട്ടില്ല. നമ്മള് ഇനി ടിക്കുവോ, ഇത് മോളല്ലേ. അപ്പൊ മോക്ക് എനിക്ക് എങ്ങനത്തെ പേര് ഇടാൻ ഇഷ്ടാന്നറിയോ? അപ്പൊ വിളിക്കുന്ന തക്കുടൂന്നാ. തക്കുടൂ. അപ്പൊ എന്റെ പേരല്ലേടാ പാറു. ആടാ. അപ്പൊ തക്കുടൂന്ന് അപ്പുകൂട്ടം വിളിക്കുന്നത്. എനിക്ക് അങ്ങനെ നമ്മുടെ ജുങ്കുടു തക്കുടു അങ്ങനെയൊക്കെയുള്ള പേരാട്ടോ ഇഷ്ടം. അല്ലേടി പെണ്ണെ കൊണ്ട് കിടത്തുമ്പോ ഞാൻ പോയി അമ്മ പോയി കുളിക്കട്ടെ മോനെ. ഇല്ല അങ്ങനെ നമ്മള് റെഡി ആയി കേട്ടോ. 1 മണി ആവുന്നുണ്ട്. അപ്പൊ കൂടെ അപ്പുറത്ത് കളിക്കാൻ പോയേക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ വിളിച്ചു വരുത്തിയതാ എന്റെ കൂടെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇറങ്ങാം. 1:50 ട്രെയിൻ. പക്ഷെ ഓണ സമയമായോണ്ട്
തിരക്കാവാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും 1:20 ആകുമ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന് തോന്നില്ലേ അമ്മേ? ആ, ട്രെയിൻ ലേറ്റ് ആണോ? എന്നാ ശരി, നമുക്ക് ഇറങ്ങാം. നിങ്ങളുടെ അവിടെയൊക്കെ ഓണം പ്രമാണിച്ച് തിരക്കുണ്ടോ? നമ്മളുടെ ഇവിടെയൊക്കെ ഓണം പ്രമാണിച്ച് നല്ല തിരക്കാട്ടോ. റോഡിലും ഈ തുണിക്കടയുടെ മുന്നിലും ഒക്കെ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നേരത്തെ അങ്ങ് ഇറങ്ങും. ഓക്കെ, അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 1:30 ആയപ്പോൾ എത്തി കേട്ടോ. ഓ, 1:50 ട്രെയിൻ. നമ്മൾ 1:30 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് അപ്പൂനും അമ്മയ്ക്കും കൂടെ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് 1:50 ട്രെയിൻ. സോ സമയമുണ്ട്. ഞാനങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അപ്പുക്കുട്ടൻ ഇവിടെ കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ അവർ പുറത്തിറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നിൽക്കുന്നത്. അമ്മ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ ഡ്രസ്സ് തിരിച്ചാണ് ഇട്ടേക്കുന്നതെന്നുള്ള കാര്യം. അത് അറിഞ്ഞപ്പോൾ തൊട്ട് അമ്മയ്ക്ക് അത് ബാത്റൂമിൽ എങ്ങാനും കയറി തിരിച്ചിടണമെന്ന് ഭയങ്കര ഇതായിട്ട് അവിടെ പോയി നടന്നിട്ട് ബാത്റൂം കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് എൻ്റെ പെട്ടിയും ചുമന്നുകൊണ്ട് മറ്റേ ബാഹുബലി പോകുന്ന പോലെ പോകുന്നതുണ്ടോ. എനിക്കാണെങ്കിൽ ഈ പ്രായത്തിലെ 4 സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴേ അണപ്പാണ് കേട്ടോ. ഞാനിങ്ങനെ കുഴഞ്ഞു അവിടെ നിൽക്കും. ഈ കൊടയിൽ ഞാൻ കയറിപ്പോന്നെ ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ മോളെ ഞാനൂടെ അപ്പുറത്തൂടെ വന്നോട്ടെ എന്ന് ചോദിച്ച് ഞാൻ കയറിയതാട്ടോ. അങ്ങനെ നമ്മൾ തണലുള്ള ഭാഗത്തെത്തി. 10 മിനിറ്റ് ട്രെയിൻ ലേറ്റായിരുന്നേ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു. അപ്പുക്കുട്ടൊരു ഉമ്മയൊക്കെ കൊടുത്തു. അപ്പുക്കുട്ടനൊരു കുരുത്തക്കേട് ചെയ്തതിന് ഞാൻ വഴക്ക് പറഞ്ഞതിന് പിണങ്ങിയിരുന്നതായിരുന്നേ. പൊക്കോളാം. എങ്ങോട്ടാ? അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ശരി, പൊക്കോളാം. അപ്പുക്കുട്ടൻ ഈ പുറത്തുനിന്ന് ചോദിക്കുന്നത് അമ്മ എന്നെ കളിക്കാൻ വിടുമോ എന്നാണ് കേട്ടോ. അപ്പുക്കുട്ടനെ കളിക്കാൻ വിടുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവൻ എവിടെയെങ്കിലും ഒക്കെ പോയി വീണിട്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. മാത്രമല്ല വലിയ കുട്ടികളുടെ കൂടെ കേട്ടോ കളിക്കുന്നത്. ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ളതൊക്കെ വലിയ കുട്ടികളാണ്. അപ്പോൾ അവർ ഫുട്ബോളൊക്കെ തട്ടുമ്പോൾ ഇവൻ്റെ തലയിലൊക്കെ വന്ന് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ പാടായതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ അവനെ കളിക്കാൻ വിടൂല. ഞാൻ കൂടെ ഉള്ളപ്പോൾ മാത്രമേ വിടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു TV കുറച്ച് നേരം ഇരുന്ന് കണ്ടോളാൻ പറഞ്ഞു. പിന്നെ പുറത്ത് വെയിലായതുകൊണ്ട് അവരോട് നടക്കാൻ പറഞ്ഞേ. കാരണം വെയിലത്ത് അത്രയും നേരം നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കക്ഷീണമുണ്ട്. കാരണം നമ്മൾ ഈ ഇല്ലാത്ത ദിവസം ഇടാനുള്ള ഷോർട്സ് എല്ലാം നമ്മൾ റെഡിയാക്കി വച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഉള്ള ടൈമൊക്കെ ആയപ്പോൾ നമുക്ക് ഉറങ്ങാനുള്ള സമയം അങ്ങ് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രെയിനിൽ കയറിയിട്ട് ഉറക്കം വരുന്നുണ്ടെങ്കിലും ഉറങ്ങാൻ അങ്ങനെ പറ്റിയിട്ടില്ല. അവരോട് കാര്യം പറഞ്ഞിരുന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ ചാടി ട്രെയിനിൽ നിന്ന് ഇറങ്ങുക കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ നോർത്തിൽ ഇറങ്ങി. നെറിൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞ് തിരിച്ചത് മാൽദീവ്സിലുള്ളവരാട്ടോ. അവരിങ്ങനെ കേരളം കാണാൻ വേണ്ടി വന്നവരാണ്. നല്ല രസമായിരുന്നു. പിന്നെ അവരെനിക്ക് അച്ചപ്പവും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് ചിരിയായിരുന്നു. അപ്പോൾ ഇനി ഞാൻ നെറിൻ വരുന്നവരെ ഞാൻ ഇവിടെ ഇതുപോലെ പോസ്റ്റായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ നല്ലപോലെ വിശേഷമായിട്ടുണ്ടായിരുന്നേ. എല്ലാവരും തിരക്കിന്ന് പറയാം. ആരെയൊക്കെ തിരക്കിന്ന് പറയണം? നെറിൻ, രവീന, അവരെ തിരക്കിന്ന് പറയണം. ഓക്കെ, ഞാൻ അവരെ തിരക്കിന്ന് പറയാം. അവരെ കാണിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, ബൈ. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി വന്ന് നിന്നേ. ഞാൻ വന്ന് നിന്നപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ കാലാവസ്ഥ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇടിവെട്ടും ബഹളവും മഴയൊക്കെ ആയി. അങ്ങനെ ഈ മഴയത്ത് ഞാനിവിടെ നിന്നും കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഫ്രണ്ടിൽ. കാരണം ആൾക്കാർക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല, തിരിച്ച് കയറാനും പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. തുറക്കടി വെള്ളം ഓക്കെ, സൈഡിലോട്ട് വെച്ചോ. ഞാനല്ല ബ്ലോക്കാലേറ്റാക്കിയത്. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ ഇരുന്നെങ്കിലും വിശക്കുന്നുണ്ടോ? എന്നാണ്ട് നിക്കണേ ഇല്ലേ, ടിക്കറ്റ് എങ്ങാണ്ട് തരണമെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അകത്തോട്ട് കയറ്റാൻ കൂപ്പൺ കൊടുക്കണം, എന്തോ കൊടുക്കണമെന്ന് അങ്ങനെ
കാറിൽ കയറുന്ന വരെ ഞങ്ങളുടെ പ്ലാൻ നേരെ എന്നിട്ട് നമ്മുടെ അൻവറിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാനാണ്. രവീണെ വിളിച്ചപ്പോൾ അവൾ ലേറ്റ് ആവും, എങ്കിൽ പിന്നെ നമുക്ക് ലുലുവിൽ കയറി ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലുലുവിൽ കയറി. എന്നിട്ട് നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ ചുമന്നുകൊണ്ട് ഇവിടെ നടക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അത് താഴെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൊടുത്തു കേട്ടോ. 30 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ ഒരു പെട്ടിക്ക്, അത് 4 മണിക്കൂർ വെക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ, നമ്മൾ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നമ്മൾ നടന്നിട്ട് അവസാനം നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് ചപ്പാത്തി, ചിക്കൻ ഫ്രൈ, അൽഫാമും, ഇത് വേറൊരു തരത്തിലെ ഗ്രിൽഡ് ചിക്കൻ അല്ലേടി. ആ ചിക്കൻ കപ്പയും മീനും വാങ്ങിക്കടി. പറ, ഒത്തിരി താമസം എടുക്കുവോ? പാൽക്കപ്പൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നിക്ക്, ഞാൻ ആദ്യം ഇത് പറയട്ടെ, പിന്നെ നിനക്ക് ഏതാ വേണ്ടേ? ഇപ്പൊ ഞാനേ കൺഫ്യൂഷൻ ആയത്. നോക്കേ എന്നാ പാൽക്കപ്പയും ബീഫ് വയ്ക്കാം. ഞാനെടുത്ത് തരാം. എന്തുവാ എന്താ നിന്നെ എടുക്കണ്ടേ? ഇങ്ങനെ വേണ്ട, ഓർഡർ ചെയ്തിട്ട് ഇനി 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതിൽ അലാറം അടിക്കുന്നവരെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ആ സാധനം ഇരുന്ന് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി ഫുഡ് എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ കൈ നിറയെ ഫുഡും എടുത്തോണ്ട് വരികയാണ്. ഓർഡർ ചെയ്തപ്പോൾ ഇത്രയും ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ എന്താ ഓർഡർ ചെയ്തതെന്ന് ഞാൻ പറയാം. എനിക്ക് 2 ചപ്പാത്തിയും 3 ചപ്പാത്തിയും പിന്നെ ചിക്കൻ ഫ്രൈയും ആട്ടോ ഓർഡർ ചെയ്തത്. അവർക്ക് പാൽക്കപ്പയും ബീഫും ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഗ്രേവിയൊക്കെ അവർ ഫ്രീ ആയിട്ട് തന്നതാണെന്ന് തോന്നുന്നു. പിന്നെ കുടിക്കാൻ വേണ്ടി മിന്റ് ലൈമും. ഫുഡ് കഴിക്കാം. എത്ര പേരുണ്ട് കഴിഞ്ഞാൽ? കുറേ ഷൂസ് ഇതേപോലെ വാങ്ങി നോക്കിയിട്ട്, പക്ഷെ എനിക്ക് കാലിലിടുമ്പോൾ ഇങ്ങനെ കാല് മാത്രം പോലെ ഇരിക്കുന്നതാണ്. പക്ഷെ ഇത് എനിക്ക് കറക്റ്റായിട്ട് വന്നു. ഈ സെയിം ബ്രാൻഡിൽ തന്നെ കുറ്റം മേടിച്ചിട്ടുണ്ട്, പക്ഷെ ഇതാണ് കറക്റ്റായിട്ട് വന്നത്. അങ്ങോട്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ വിശന്നിട്ട് നടക്കാൻ വയ്യായിരുന്നു. തിരിച്ചു വന്നപ്പോൾ നമുക്ക് വയറ് നിറഞ്ഞിട്ട് നടക്കാൻ വയ്യ. നമ്മളിങ്ങനെ നടക്കുന്ന വഴിയിൽ ഒരു കട കണ്ടപ്പോൾ അവിടെ കയറി കേട്ടോ. എങ്കിൽ പിന്നെ ലിപ്സ്റ്റിക്ക് നോക്കാമെന്നും പറഞ്ഞ് കയറിയതാണ്. അവസാനം എന്താ അവിടെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നേ. എന്ന് വെച്ചാൽ ട്രയൽ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ കുട്ടിക്ക് നല്ല പോലെ അറിയാമായിരുന്നേ എല്ലാ കാര്യങ്ങളും. അങ്ങനെ ആദ്യം എന്താ പ്രൈമർ തേച്ചു. എന്നിട്ട് അപ്പോൾ ഉടനെ നെറിയും പറഞ്ഞു, അവൾ ആദ്യം വിചാരിച്ചു ഇത് ഫൗണ്ടേഷൻ ആണെന്ന് കേട്ടോ. അപ്പോൾ പറഞ്ഞു ചേച്ചി കറക്റ്റ് ഷെയ്ഡ് ചേച്ചി. അപ്പോൾ ഞാൻ പറഞ്ഞു എടി ഇത് പ്രൈമർ അടി തേച്ച് വെച്ചേക്കുന്നതെന്ന്. അതിൻ്റെയാണ് കേട്ടോ ഈ ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഫൗണ്ടേഷൻ തേച്ചു. എന്നിട്ട് ഫേസിൻ്റെ ഒരു സൈഡിൽ തേച്ചിട്ട് ഒരു സൈഡിൽ തേച്ചില്ല. എന്നിട്ട് നമുക്കപ്പോൾ ഇങ്ങനെ ഡിഫറൻസ് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം എടുത്തു പറയാം, ഈ ഒരു ലൈറ്റിൽ നമുക്ക് ഏത് ഫൗണ്ടേഷൻ തേച്ചാലും അത് ഭയങ്കര ഭംഗിയായിട്ട് തന്നെ തോന്നുള്ളൂ. അതുകൊണ്ട് ഈ കടയുടെ പുറത്തിറങ്ങി ചെന്ന് കണ്ണാടിയിലൊന്ന് നോക്കിയിട്ട് മാത്രമേ വാങ്ങിക്കാവൂ കേട്ടോ. അങ്ങനെ ഫൗണ്ടേഷനൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് കൺസീലർ ഞാൻ നോക്കി കേട്ടോ. കാരണം എനിക്കിങ്ങനെ കണ്ണിന് ചുറ്റുമൊക്കെ കറുപ്പുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലർ നോക്കി. അപ്പോൾ എൻ്റെ ഷെയ്ഡിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ആദ്യം നോക്കി. ലൈറ്റ് ഷെയ്ഡ് വെച്ചപ്പോൾ എനിക്കൊരുമാതിരി പുട്ടി അടിച്ച പോലെ ഫീൽ വന്നേ. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഷെയ്ഡ് മാറ്റിയിട്ട് ഡാർക്ക് ഷെയ്ഡ് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഡാർക്ക് ഷെയ്ഡാണ് കൺസീലർ എടുത്തത്. ലൈറ്റ് ഷെയ്ഡ് എനിക്ക് കൺസീലർ അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഡാർക്ക് ഷെയ്ഡ് എടുത്ത് നോക്കി കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അങ്ങനെ ഡാർക്ക് ഷെയ്ഡ് എടുത്ത് നോക്കി. നമ്മൾ വെപ്രാളത്തിൽ ചാടിപ്പിടിച്ച് ഇറങ്ങാൻ നേരത്ത് നമ്മൾ മേക്കപ്പിൻ്റെ പല സാധനങ്ങളും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് എനിക്ക് ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. അത് വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴാണ് ദാണ്ട ഈ മേക്കപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഇതിനകത്ത് വെച്ച് മാത്രമല്ല നോക്കേണ്ടത്, നമ്മൾ പുറത്ത് പോയി കണ്ണാടിയിൽ നോക്കണം. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ എന്തിട്ടാലും നമുക്ക് ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നതാണ്, നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കണ്ട കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്നാൽ ഇത് മതിയെന്നും പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ ചേച്ചി അപ്പുറത്തെ സൈഡിലും കൂടെ മേക്കപ്പ് ആ ഒരു ഇത് ഇട്ടോളാൻ പറഞ്ഞിട്ട് എനിക്കത് ഇട്ട് തന്നു. പിന്നെ നെറിനും കൂടെ ലിപ്സ്റ്റിക്ക് നോക്കി കേട്ടോ. എനിക്കൊരു ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവളും കൂടെ നോക്കി. പക്ഷെ ഞങ്ങളുടെ 2 പേരുടെയും മുഖത്തിടുമ്പോൾ അത് രണ്ടും 2 ഷെയ്ഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കളർ തെറാപ്പിയൊക്കെ യഥാർത്ഥത്തിൽ കാണാൻ നല്ല രസം കണ്ടോ. അവക്കിട്ടപ്പോൾ നല്ല ഷെയ്ഡ്, എനിക്കിട്ടപ്പോൾ ഡാർക്ക് ഷെയ്ഡ്. നീ വന്നേ. നിങ്ങൾക്ക് തോന്നിയോന്ന് പറയണേ. നമ്മൾ 2 പേരും ഒരേ കളറാണ് ആ ചുണ്ടത്തിട്ടേക്കുന്നത്, പക്ഷെ 2 പേർക്കും 2 ഷെയ്ഡായിട്ടാണ് കേട്ടോ തോന്നുന്നത്. അത് ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്ത തവണ വരുമ്പോൾ കാണാമെന്നൊക്കെ ആ കുട്ടിയോട് പറഞ്ഞു കേട്ടോ. ഓണ പ്രോഗ്രാം ആയതുകൊണ്ട് അവരൊക്കെ നല്ല രസമായിട്ടാണ് ഒരുങ്ങിയിരുന്നത്. മങ്ങിയിരിക്കുക സ്ക്രീനും തുടച്ചാണ് നല്ല രസമുണ്ട്. കണ്ടോ, ഇതവിടെ വെട്ടമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ താഴെ വന്ന് നമ്മുടെ പെട്ടിയൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ 4 മണിക്കൂറത്തേക്ക് ഒരാളുടെ പെട്ടിക്ക് 30 രൂപയുള്ളൂ, 2 പേരുടെയും കൂടെ അത് 60 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഊബർ വിളിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരത്ത് രവീണെ വിളിച്ചിട്ട്
ഞാനിന്ന് വരണോ? ഇത് സ്ഥിരം അവളുടെ ചോദ്യമാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ആട്ടും സൂപ്പ് കൊടുത്ത് അപ്പോൾ പറഞ്ഞു ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞേ. എന്നിട്ട് പോകുന്ന വഴിയിൽ നമ്മൾ അൻവറിന് ആദ്യമായിട്ടല്ലേ അവൻ്റെ വീട്ടിലോട്ട് പോകുന്നത് എന്ന് വെച്ചാൽ അവൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റിലോട്ട്. അപ്പം നമ്മൾ ഈ ഓണാശംസകൾ എന്ന് പറയുന്ന കിറ്റാട്ടോ നമ്മൾ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നെറിൻ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാമെന്നും പറഞ്ഞിട്ട് പേസ്ട്രിയുടെ എന്തൊക്കെയോ കേക്കുകളും എടുത്തിട്ടുണ്ടായിരുന്നു. അതെ, അങ്ങനെ അപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കുറെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കാണിക്കുകയോ ഒക്കെ വേണമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റ് ഇങ്ങനെ അറിയാതെ തറയിലോട്ട് വീണിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ആ കവർ പിടിച്ചപ്പോൾ കീറിപ്പോയതാണ്, നമ്മുടെ കയ്യിലെ മിസ്റ്റേക്ക് അല്ല. അങ്ങനെ പിന്നെ നമ്മൾ അതും വാരിപ്പൊത്തി എടുത്തോണ്ട് അകത്തോട്ട് ചെന്നു. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നാളെ ഇടാനുള്ള ഡ്രസ്സ് ഇന്ന് ഇട്ടോണ്ട് വന്നു. നീ പറയുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു 9 മണിക്ക് രവീനയുടെ കോള് വരും, ഞാൻ വരണോ? നിങ്ങൾ കിടന്നോ? പക്ഷെ താമസിച്ചത് ഒരു 45 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടാ നീ വിളിച്ചേ. അപ്പഴും ഞാൻ മോളെ ഒന്നുകൂടെ പറഞ്ഞു, നീ പറഞ്ഞത് ഓ ബർഗണ്ടി അല്ല ബുഗാട്ടി. അല്ല ബുഗാട്ടി ഞാൻ ഉദ്ദേശിച്ചത്. പഴുത്തോ നിന്റെ? ഞാൻ MRIക്ക് വേണ്ടി ഊരില്ലായിരുന്നോ? പിന്നെ കയറുണ്ടായില്ല. അല്ലല്ല എന്റെ കഴിവ് അല്ല. അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ റിപ്ലൈ എന്തുവാ? സെക്യൂരിറ്റി ചെക്കപ്പ് കണ്ടോ? ഞാൻ വിചാരിച്ചു നമ്മളിനി വല്ല മുഖ്യമന്ത്രിയാണോ കാണാൻ പോകുന്നേ? എന്തുവാ ഇത് ഈ ഞവണിക്ക് ചെറുക്കനെ കാണാൻ? ഇക്കണക്കിന് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്താൻ എന്തോ ചെയ്യും? രവീനയുടെ ലൈറ്റ് ഓൺ ആയി കിടക്കുക കേട്ടോ ഫോണിന്റെ. അവനവൻ്റെ ഹോം ടൂർ ഇതുവരെ ഇടാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ സൂം അടിച്ച് കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ വീഡിയോയിൽ വരുന്നത് അതോടെ ആ കറക്റ്റ് ഇല്ല. അവളുടെ കൂട്ട് ആ മന്ത്രവാദിനി ആ കറക്റ്റ് അതുപോലെ ഉണ്ട്. 11 നില. അങ്ങനെ കംപ്ലൈന്റ് വരാറുണ്ടോ? കേറി രവീണ ചേച്ചി രവീണ ചേച്ചി അൻവർ ചേട്ടനും കല്യാണി ആന്റി നമ്മളങ്ങനെ 11 നിലയെന്ന് താഴെ ഭൂമിയിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ഊബർ വന്നിട്ടുണ്ടായിരുന്നു. അൻവർ ആണെങ്കിൽ രാത്രി നമുക്ക് ഒരുപാട് ജ്യൂസ് അടിച്ച് തന്നു, കഴിക്കാൻ സാധനങ്ങൾ തന്നു. ഇതൊന്നും ഞാൻ ഇടാത്തതിൻ്റെ കാരണം അവൻ ഇടാന്ന് വിചാരിച്ചു കേട്ടോ ഷോർട്സിൽ. കാരണം എൻ്റെ കൊച്ച് ആ ഹോം ടൂർ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് അവൻ നമ്മളെ നല്ല പോലെ ട്രീറ്റ് ചെയ്തു. അങ്ങനെ പെട്ടി സാധനങ്ങളും എല്ലാം എടുത്ത് നമ്മൾ ഡിക്കിക്കകത്തോട്ട് കയറ്റി. 3 പേരുടെ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഫ്രണ്ട് സീറ്റിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം തികയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ് നമ്മുടെ എയർപോർട്ടിലോട്ട്. ടാറ്റാ. ഇനി നമുക്ക് നമ്മുടെ പെട്ടികളെല്ലാം കൊടുത്തിട്ട് കൈ വീശി അകത്തോട്ട് കിടക്കാം. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അകത്ത് കൊടുത്തിട്ട് ഞാനാണെങ്കിൽ വാഷ്റൂമിൽ പോയി എൻ്റെ ആ ലിപ്സ്റ്റിക് അങ്ങ് തുടച്ച് കളഞ്ഞു കേട്ടോ. കാരണം എന്തോ ഇരുണ്ട് പോലെ ഇരിക്കുന്ന പോലെ തോന്നി. എന്നിട്ട് നമ്മൾ നേരെ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ വന്നു. ഞാനാണെങ്കിൽ പൊടി ഇഡ്ഡലിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അവരാണെങ്കിൽ ദോശയും മസാല ദോശയൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഞാൻ പിന്നെ ചായയും കോഫിയൊന്നും കുടിക്കാത്തതുകൊണ്ട് കോഫി പറഞ്ഞിട്ടില്ല. ചായയും കോഫിയും
ഞാൻ അപ്പഴേ പറഞ്ഞതാ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ടിക്കറ്റ് ഒക്കെ കാണിച്ച് അകത്തേക്ക് ചെന്നു. ഈ ഫ്ലൈറ്റിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നെറിന് തുമ്മൽ വരും കേട്ടോ. തുമ്മിക്കൊണ്ട് അവിടെ ഇരുന്നു ഒരു സൈഡിൽ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാസ്ക് ഒക്കെ ഇട്ട് മൂടിയിരിക്കും. ഇത്തവണ എനിക്ക് എന്തായാലും തുമ്മലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മറ്റേ ഞാനും ഒരു സൈഡിൽ നിന്ന് തുമ്മാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഒരു 3.25 മണിക്കൂർ കൊണ്ട് നമ്മൾ ഡൽഹിയിലെത്തി. നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കമന്നും ഒക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അസ്വി ചേച്ചിയും ഉണ്ണിയും ഒക്കെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ അകത്ത്. അപ്പോൾ അവർ ഫ്രണ്ട് സീറ്റിലായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമ്മളിനി ഇറങ്ങി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളും എല്ലാം എടുത്തപ്പോൾ ഇതാ വരുന്നത് കേട്ടോ. ബാക്കിലുണ്ട് അസ്വി ചേച്ചി, ഉണ്ണി ചേച്ചി ഉണ്ണിയെല്ലാം ബാക്കിലുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴത്തേന് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അവരുടെ സൈഡിൽ ഇങ്ങനെ വന്നോന്നറിയാൻ ടിക്കും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇതുപോലൊരു വെൽക്കം ബോർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മൾ വന്ന എല്ലാവരുടെയും പേരിലുണ്ടായിരുന്നു. അപ്പോൾ 2 കാറിലായിട്ടായിരുന്നേ. അവർ വേറൊരു കാറിൽ, നമ്മൾ വേറൊരു കാറിൽ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു 40 മിനിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിലോട്ട്. ഇവിടുത്തെ വീതി കണ്ട, എന്നിട്ട് പോലും ഇവിടെ ബ്ലോക്ക്. അപ്പോൾ പിന്നെ എന്ത് ആൾക്കാരായിരിക്കും ഇവിടെ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കി. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ പെട്ടിയെല്ലാം ഇങ്ങനെ ഒന്ന് കൺഫ്യൂഷനായി കേട്ടോ. എത്ര പെട്ടിയാണ് എല്ലാവരുടെ കൊണ്ടുവന്നേന്ന്. അങ്ങനെ നമ്മുടെ റൂംസും കാര്യങ്ങളും അല്ല ID കാർഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് നമ്മളുടെ എല്ലാവരുടെയും ഫ്ലോർ 6th ഫ്ലോറിലായിരുന്നു. രവീണയുടെ മാത്രം 4th ഫ്ലോറിലായിരുന്നു കേട്ടോ റൂം. അപ്പോൾ ഈ തവണത്തെ ഫ്ലൈറ്റും റൂമും ഫുഡ്, അതായത് രാത്രിയിലത്തെ ഫുഡും രാവിലത്തെ ഫുഡും എല്ലാം യൂട്യൂബിൻ്റെ വക തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഇതുപോലെ നാക്കിടക്കി ഇതുപോലെ തിരിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ എൻ്റെ റൂം ഇതാണ്. എല്ലാവരുടെയും റൂം ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ റൂമിൽ ഇത്തവണ 2 ബെഡ് ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാത്രിയാകുമ്പോൾ നെറിന് ഇവിടെ വന്നാൽ കിടക്കുക, അവൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായതുകൊണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ അല്ലേ. എന്റെയും നെറിന്റെയും ഫ്ലോർ ഒരേ ഫ്ലോറാ. പക്ഷെ രവീണയുടെ ഒക്കെ താഴെ ഫ്ലോർത്താ. ഞങ്ങൾ 6th. അതെ. അപ്പൊ അതാ വിളിക്കുന്നു. നമ്മൾ രവീണയുടെ ഫ്ലോറിലോട്ട് പോവാന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമുക്ക് പോകാൻ പറ്റൂല. കാരണം നമ്മുടെ റൂം കീ ഇവിടെ ഈ ഒരു സംഭവത്തിൽ വെച്ചു കൊടുക്കണം. എന്നാ ആ ഫ്ലോറിലോട്ടേ നിൽക്കത്തുള്ളൂ. 4ലോട്ട് പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും ആലോചിക്കുക. 4 തുറക്കുമോന്ന് അറിഞ്ഞൂടാ. തുറക്കുന്നില്ലടി. കണ്ട സെക്യൂരിറ്റി അല്ലേ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇക്കണക്കിന് അവളെങ്ങനെ വരും? ഒരുമിച്ച് 4ലോട്ടും 6ലോട്ടും ഒക്കെ പോവാൻ പറ്റൂ. കാർഡ് വേണ്ടേ കയ്യില്? വല്ലാത്ത ചതിയായി പോയി. തുറക്കുന്നില്ലല്ലോ. ഇറങ്ങാം. ഞങ്ങൾ എല്ലാവരും കൂടെ ആട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ അടുത്താണ് പോകുന്നത്. ഉണ്ണിയായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നതും എന്ത് ചെയ്യുന്നതും ഒക്കെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല രസമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. പിന്നെ എല്ലാവരും ഫുഡ് കഴിപ്പും ചിരിയും ബഹളവും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് എന്തൊക്കെയാ സംഭവങ്ങളൊന്നും അറിയത്തില്ല. എങ്കിലും ഒരു ഐഡിയ വെച്ച് ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയോ ഓർഡർ കൊടുത്തു. അങ്ങനെ ആദ്യത്തെ സാധനം വന്നപ്പോഴത്തേനും ഇങ്ങനെ പുകഞ്ഞാട്ടോ വന്നേ. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ചൂടായിരിക്കുന്നു. പക്ഷേ ആ പുകയ്ക്കുന്ന സാധനത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു ചൂട് തോന്നിപ്പിക്കുന്നത്. അകത്തോട്ട് ചൂടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്രീമി ടേസ്റ്റ് ആണോ ഉദ്ദേശിച്ചത്? മറ്റേ മയോണൈസിന്റെ ഒന്നുമില്ല. പുറമേ ഉള്ള ചൂടേ ഉള്ളൂ. കഴിച്ചു നോക്കിയേ. വൈറ്റ് സോസിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് അല്ലേ? ഇവിടെ വച്ചു കഴിഞ്ഞാൽ പുകയെല്ലാം കൂടെ അടിക്കും. പുകച്ച് പുറത്ത് അടിക്കും. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ബട്ടർ ചിക്കൻ മാത്രം കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എനിക്കെന്നല്ല ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് റൂമിലെത്തി കഴിഞ്ഞപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ലെറ്ററും സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഭയങ്കര സന്തോഷം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പം തന്നെ എല്ലാത്തിൻ്റെയും ടേസ്റ്റൊക്കെ ഇങ്ങനെ കഴിച്ചു നോക്കി.
ചോക്ലേറ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പരദാഹമായി കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളം എടുത്ത് വെച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ബാഗിൽ നിന്ന് ഫോണും ചാർജറും ഒക്കെ എടുത്ത് പുറത്ത് വെച്ചു. കാരണം ഫോണൊക്കെ ഒന്ന് കുത്തിയിട്ടിട്ട് കയറി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് നന്നായിട്ട് പോയി ഒന്ന് കിടന്നു. കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങിയേ. എന്ന് വെച്ചാൽ ഉറങ്ങിയോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ രണ്ടും കെട്ട ഇതിൽ കിടക്കത്തില്ലേ, ക്ഷീണം ഉണ്ടായതുകൊണ്ട് കിടന്നു. കുറച്ച് നേരം കിടന്നിട്ട് ഞാൻ എണീറ്റ് നെറിൻ്റെ അടുത്തോട്ട് അശ്വി ചേച്ചി വിളിച്ചു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നെറിനെയും രവീനെയും വിളിക്കാൻ പറഞ്ഞിട്ട് നെറിൻ്റെ റൂമിലോട്ട് വന്നതാണ്. രവീനയുടെ റൂമിലോട്ട് നമുക്ക് പോകാൻ പറ്റൂല, അവൾക്ക് ഇങ്ങോട്ടും വരാൻ പറ്റൂല. വന്നപ്പോഴത്തേനും ഇവള് കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ. അപ്പം പിന്നെ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് അവൾക്ക് വെച്ചേക്കുന്ന ചോക്ലേറ്റും കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ് ഇറങ്ങി വരാൻ താമസിച്ചത് മൊത്തം ഞാൻ കഴിക്കുന്നുണ്ട്, വേഗം ഇറങ്ങിയായിരുന്നു. ശേഷം അവർ കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ ചെന്നു. നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഞാനിങ്ങനെ സ്വീറ്റ്സ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് നമ്മുടെ PK കപ്പിൾസിലെ നിഖിലുള്ള കാര്യം ഞാൻ അറിയുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ പുള്ളി ഭയങ്കര കമ്പനിയായിരുന്നേ. ഇങ്ങനെ നമ്മളെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു. നല്ലപോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ഞാൻ ഇനി നമ്മുടെ ഷോർട്സിൽ പറയാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലെത്തിയിട്ട് നമ്മളൊരു 12 മണിയൊക്കെ ആയി കേട്ടോ ഉറങ്ങിയപ്പോൾ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ യൂട്യൂബിൻ്റെ ഇവൻ്റെല്ലാം ഒരു മീറ്റിംഗ് പോലെയാണ് കേട്ടോ. അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഇനിയിപ്പം അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.